ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2012 മുതൽ നോമ്പിനെ പറ്റിയുള്ള ചിന്തകളിൽ ശുശ്രൂഷ ചെയ്തിരുന്ന പള്ളികളിലൊക്കെ വലിയ നോമ്പിൻ്റെ സമയത്ത് എല്ലാ ദിവസവും പുറപ്പാട് പുസ്തകത്തെ അടിസ്ഥാനമാക്കി ധ്യാനങ്ങളും അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയെ നടത്തുക പതിവുണ്ടായിരുന്നു. അതൊരു വലിയ ശക്തിയും ആത്മവീര്യവും കൃപയും പകരുവാൻ സാധിച്ചിരുന്നു. സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്നും സാത്താൻ്റെ പ്രതിക്കൂട്ടിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുവാൻ, കുടുംബങ്ങളെ രക്ഷപ്പെടുവാൻ അത് സഹായിച്ചിരുന്നു. അതുകൊണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ 40 അധ്യായങ്ങൾ ഈ നോമ്പിലുള്ള 40 ദിനങ്ങളിൽ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, അത് മുഴുവൻ വായിച്ച് ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. എല്ലാ അധ്യായങ്ങളും വായിക്കുമ്പോൾ നിങ്ങളും കൂടെ അതിൻ്റെ ഭാഗമായി തീരുവാൻ സാധിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. എന്നേക്കാൾ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത്. വ്യക്തിപരമായി എനിക്കിത് ഒരു വീര്യവും അനുഗ്രഹവും ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും പകരുന്ന. അതുകൊണ്ട് ദൈവിക ചിന്തയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ഉള്ള 22 വാക്യങ്ങൾ വായിച്ച് ഇന്ന് ധ്യാനിക്കുമ്പോൾ, ഇന്നു മുതൽ പൗരസ്ത്യ സഭകൾ നോമ്പാചരണം തുടങ്ങുന്നെങ്കിലും പാശ്ചാത്യ സഭകൾ ചാമ്പൽ ബുധനാഴ്ച മുതൽ ആണ് ആരംഭം കുറിക്കുന്നത്. അതുകൊണ്ട് ഇന്നലത്തെ വിശുദ്ധ ദിവസത്തിന് ശേഷം ഇന്ന് ധ്യാനത്തോടു കൂടി ആരംഭിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം മോശയെ സംബന്ധിച്ചിടത്തോളം വിളിച്ച് ഒരു ജനത്തെ, തൻ്റെ സ്വന്തം ജനത്തെ അടിമത്വത്തിൽ നിന്നും പൂർണ്ണമായി കനാനിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആ വലിയ അനുഭവമാണ്. ഇന്നും അടിമത്തത്തിൽ കിടക്കുന്ന അനുഭവമുണ്ട്. നമ്മൾ പുതിയ നിയമ ഇസ്രായേലാണ്. ഇത് ജീവിതയാത്രയാണ്. നമ്മൾ ഈ ഭൂമിയിലെ യാത്ര എത്ര നാളാണെന്നറിയത്തില്ല. നമ്മുടെ ഈ ഭൂമിയിലുള്ള യാത്രയ്ക്ക് ശേഷം കനാൻ ദേശത്ത് പ്രവേശിക്കുവാൻ സാധിക്കണം. ആ കനാൻ ദേശത്ത് പ്രവേശിക്കണമെങ്കിൽ നമ്മളുടെ ജീവിതം ധന്യവും അനുഗ്രഹവുമായി മുൻപോട്ട് പോകാൻ സാധിക്കണം. മോശയെ വിളിച്ച ദൈവം നമ്മളെയും വിളിക്കുന്നു. യോശുവയെ വിളിച്ച ദൈവം നമ്മളെയും വിളിക്കുന്നു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ മുതൽ യാക്കോബിനോടുകൂടെ താന്താൻ്റെ കുടുംബസഹിതം ഇസ്രായേലിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാവിത്: രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇസാക്കാർ, സെബുലൂൻ, ബെന്യാമിൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ. യാക്കോബിൻ്റെ കരിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദൈവങ്ങളെല്ലാം കൂടെ 70 പേരായിരുന്നു. യോസേഫ് മുമ്പേ തന്നെ മിസ്രയീമിലായിരുന്നു. യോസേഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയൊക്കെയും മരിച്ചു. ഇസ്രായേൽ മക്കൾ സന്താനസമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്, ഒരു യോസഫ് പിടിക്കപ്പെട്ടവനായി അവിടെ ചെന്നതാണ്. ഈ 7 വാക്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ പിടിക്കപ്പെട്ടവനായ ആ ചെന്ന അദ്ദേഹത്തെ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാൽ നിന്ദിക്കപ്പെട്ട്, മറ്റെല്ലാവരാൽ നിന്ദിക്കപ്പെട്ട്, പിതാവ് മാത്രം സപ്പോർട്ടുണ്ട്. അദ്ദേഹം അവിടെ ചെന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും ചില പ്രത്യേക സാഹചര്യത്തിൽ ആയിരിക്കുമ്പോൾ അതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അത് വിശ്വസിച്ചോളൂ. അത് ദൈവിക ഉദ്ദേശത്തിൻ്റെ ഭാഗ്യമാണ് എന്നോർത്തുകൊള്ളണം. അതിനുശേഷം ഈ തലമുറകളെല്ലാം കൂടി 70 പേരുടെ പേരുകളാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അത് വർദ്ധിച്ച് പന്തലിക്കുന്ന ഒരനുഭവമാണ്. ഇസ്രായേൽ 7-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ദേശം നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് 8-ാം വാക്യത്തിൽ, പുറപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ, അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിലുണ്ടായി. അവൻ തൻ്റെ ജനത്തോടും, ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുള്ളവരാകും. അവർ പെരുകിയിട്ടൊരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ടുപോയിക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടത് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. സ്വാഭാവികമായി പറഞ്ഞാൽ അതൊരു ശരിയല്ലേ? അങ്ങനെ വരുന്ന നമ്മളെക്കാൾ ശക്തിയേറിയ ഒരു ജനത്തെ കാണുമ്പോൾ ഭയം വരുന്നത് ദൈവമില്ലാത്തവരുടെ ലക്ഷ്യമാണ്.
യൂസുഫിനെ അറിയാത്ത ഒരു ഫറവോൻ വന്നതുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മളാക്കിയവരെ പലപ്പോഴും പുതിയ തലമുറകൾക്ക് മനസ്സിലാകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളാക്കിയവരെ നമ്മൾ ഓർക്കുവാനും അവരുടെ ജീവിതം ഓർത്ത് സ്തോത്രം ചെയ്യാനും സാധിക്കണം. റിങ്കിൾ ടോബിയാവ് മിഷണറി മുതൽ ബെഞ്ചമിൻ ബെയ്ലിയും ജോൺ സ്മിത്തും ഹെർമൻ ഗുണ്ടറ്റും വില്യം കേറിയും ഇവരെയെല്ലാം കൊണ്ടുവന്ന കേണൽ മൺട്രോയും പീറ്റ് സായിപ്പും ഓട്സ്വർത്തും അങ്ങനെ പോകുന്ന ആ മിഷണറിമാരെല്ലാം, സ്പീച്ചിൽ ബിഷപ്പ് മുതൽ കോർഫീൽഡ് തിരുമേനി വരെയുള്ള 5 തിരുമേനിമാരുൾപ്പെടെ ഇവിടെ ഉണ്ടായി സംഭവിച്ചതായ അവരുടെ ആ പ്രവർത്തനത്തിൽ അന്നത്തെ പ്രയാസത്തിൽ അവർ ചെയ്തതിന് അവരെ മറന്ന് ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ അത് പലപ്പോഴും നമ്മളവരെ മറക്കാറുണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾ ഓർക്കുകയില്ല. അതുകൊണ്ട് ആണൊരു ഭയം വന്നത്, ഇവൻ വളർന്നാൽ എന്തു ചെയ്യും, അങ്ങനെയാണ്. അതുകൊണ്ട് അവരോട് ഇത് ബുദ്ധിയായിട്ട് പെരുമാറണം. ഇവനെ വളർത്താൻ സമ്മതിക്കരുത്. നമ്മുടെ എല്ലാം പ്രശ്നമാണ് മറ്റുള്ളവനെ വളരുന്നവനെ വളർത്താൻ സമ്മതിക്കരുത്. എന്നാൽ വളരുന്നതോടുകൂടെ ചേർന്ന് നമ്മൾക്കും വളരാൻ സാധിക്കുക എന്നുള്ളതല്ല, അവനെ എങ്ങനെയെങ്കിലും ഒതുക്കുക എന്നുള്ളതാണ്. 11-ാം വാക്യത്തിൽ അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെയാക്കി അവർ പീഥോ, റയംസേസ് എന്ന സംഭാര നഗരങ്ങളെ ഫറവോന് പണിതു. ഭയങ്കര 2 നഗരമൊക്കെ പണിത്, ഇത് പണിയാൻ വേണ്ടി പണിതല്ല, ഇവരെ പീഡിപ്പിക്കണം. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. അതുകൊണ്ട് അവർ ഭയപ്പെടുക. ഇസ്രായേൽ മക്കളൊന്നും വളർന്ന് പന്തലിക്കുന്നുണ്ട്. അവരുടെ പേടി പിന്നെയും കൂടുക. മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ച് കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച് സകല പ്രയത്നാലും അവരവരുടെ ജീവനെ കൈപ്പാക്കി. മറ്റുള്ളവരുടെ ജീവനെ കൈപ്പാക്കാൻ നമുക്കിഷ്ടമാണ്. ഒരാളെ കൊണ്ട് കഠിനമായി കെട്ട കാര്യങ്ങൾ ചെയ്ത് അവരെ ഒതുക്കാൻ വേണ്ടി, അവരെ മാനസികമായി ഒതുക്കാൻ വേണ്ടി ആ കാഠിന്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എന്നാൽ മിസ്രൈം രാജാവ്, ബുദ്ധിമാനായ രാജാവ് തൻ്റെ ബുദ്ധിയിൽ, എന്നാൽ മിസ്രൈം രാജാവ് 15-ാം വാക്യം, എന്നാൽ മിസ്രൈം രാജാവ് ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സ്തുതികർമ്മിണികളോട്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സ്തുതികർമ്മത്തിന് ചെന്ന് പ്രസവശൈലിയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുന്നെങ്കിൽ ജീവനോടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. സ്തുതികർമ്മിണികളാകട്ടെ ദൈവത്തെ ഭയപ്പെട്ട് മിസ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ച പോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. അപ്പോൾ മിസ്രൈം രാജാവ് സ്തുതികർമ്മിണികളെ വരുത്തി, ഇതെന്തൊരു പ്രവൃത്തി, നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് ആ സ്തുതികർമ്മികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നേഴ്സുമാർ, ആ നേഴ്സുമാർ ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയാണ്. ദൈവം അവരോട് പറഞ്ഞു ഇവരെ കൊല്ലരുത്, രാജാവ് പറഞ്ഞു കൊല്ലണം. അപ്പോൾ ദൈവികമായിട്ടുള്ളതിന് വേണ്ടി നിൽക്കുന്ന ആ വലിയൊരു അനുഭവം. സ്തുതികർമ്മികൾ ഫറവോനോട് പറഞ്ഞു, എബ്രായ സ്ത്രീകൾ മിസ്രൈമ്യരെ പോലെയല്ല, അവർ നല്ല തിറമുള്ളവരാ, സ്തുതികർമ്മിണികൾ അവരുടെ അടുക്കലെത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവം സ്തുതികർമ്മികൾക്ക് നന്മ ചെയ്തു. അതുകൊണ്ടൊരു നന്മ വലിയ ചെയ്തത് ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. സ്തുതികർമ്മികൾ ദോഷമൊന്നും ചെയ്യാതെ കൊണ്ട് സ്തുതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുകൊണ്ട് അവൻ അവർക്ക് കുടുംബവർദ്ധന നൽകി. അവർക്ക് കുടുംബവർദ്ധന നൽകുവാനായിട്ട് സാധിച്ചു. അവരെ വർദ്ധിപ്പിച്ചു, അവർ ദൈവം വർദ്ധിച്ചു. ഇത് അമേരിക്കൻ ഐക്യനാടുകളിൽ നേഴ്സസിന് ഇമിഗ്രൻ്റ് വീസ ഓപ്പണാക്കിയ 70കളിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് സാധാരണ ഭവനങ്ങളിൽ നോർത്ത് ഇന്ത്യയിലും മറ്റും പോയി പഠിച്ച നേഴ്സസ് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് അവിടെ ചേക്കേറി അവിടെ അനുഗ്രഹിക്കപ്പെട്ട അവരുടെ മക്കളൊക്കെ അവിടെ ഉന്നതമായ നിലവിൽ ഡോക്ടേഴ്സ് ആ നിലവാരത്തിലെത്തുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് സ്തുതികർമ്മികൾക്ക് ദൈവം അവിടെ ഇസ്രായേൽ മക്കൾക്ക് വർധനവ് നൽകാൻ സാധിച്ചത്. ഇവിടെ സ്തുതികർമ്മികൾ ചെയ്ത ഒരു നന്മയ്ക്ക് പ്രതിഫലം നൽകുന്ന ആ ഒരു വലിയ അനുഭവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 22-ാം വാക്യത്തിൽ പിന്നെ ഫറവോൻ തൻ്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് കുട്ടിയെയും നദിയിൽ ഇട്ട് കളയണമെന്ന്, ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്ന് കൽപ്പിച്ചു. ഫറവോൻ്റെ ആദ്യത്തെ പാളിച്ച പൊളിഞ്ഞുപോയി. അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഏത് കുഞ്ഞുണ്ടായാൽ, ആൺകുഞ്ഞുണ്ടായാൽ നദിയിലിട്ട് കളയണം.
നശിപ്പിക്കണം. ആ ഒരു നാശത്തിൻ്റെ ഫറവോനെ അപ്രകാരമാക്കിയത്, ഫറവോൻ്റെ ആ കാലത്തെ അവിടുത്തെ രാജാവിനെ മാനസികമായി ഇങ്ങനെ കൂടെ നിൽക്കുന്ന ചിലർ നേതാക്കന്മാരെ തകർത്ത് കളയുന്നവരുണ്ട്. നേതാക്കന്മാർക്ക് നല്ല ഉപദേശം നൽകുന്നതിന് പകരം മോശമായ ഉപദേശങ്ങൾ നൽകി നേതാക്കന്മാരെ തകർക്കുന്ന അന്നുമുണ്ട് ഇന്നുമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മളുടെ പുറപ്പാട് പുസ്തക പഠനത്തിൽ 1-ാം അധ്യായം ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ദൈവം നമ്മൾക്ക് നൽകുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ പക്കൽ നമ്മളിതിൽ ഏത് ഭാഗത്ത് വരുന്നുവെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പിന്മാറേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി നമ്മൾ ആ പാപത്തിൽ നിന്നും പിന്മാറേണ്ടതാണ്. ഏത് തരത്തിൽ നമ്മൾ മറ്റുള്ളവരെ ഒതുക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവർ നമ്മളെക്കാൾ താണവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് അന്ന് മിസ്രയീമ്യർ ആഗ്രഹിച്ച പോലെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കില്ല. അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. മിസ്രയീമ്യരുടെ ഇസ്രായേൽ മക്കളുടെ അനുഗ്രഹത്തിൻ്റെ 1-ാം അധ്യായം ഇവിടെ ആരംഭിക്കുന്നു, ഇവിടെ സമാപിക്കുന്നു. കണ്ണു കളിക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, തുടർച്ചയായുള്ള ഈ നോമ്പ് ദാനങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ ദൈവശക്തി വ്യാപരിച്ച് അങ്ങയുടെ അദൃശ്യമായ കരം കൊണ്ട് നിൻ്റെ മക്കളെ നിറച്ചു കൊള്ളണമേ. വായിച്ച് കേൾക്കുന്ന എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ കുടുംബത്തിനും അനുഗ്രഹമാക്കിയാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.